ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി വഅലമു യാ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ഈ വേദിയിൽ സദസ്സിലും സന്നിഹിതരായ ബഹുമാന്യരായ സയ്യിദ് അലവി ഹാജിയും ഷാഫി ഹാജിയും യൂസുഫ് ഉസ്താദും അതുപോലെ തന്നെ ഇസാഖ് ഉസ്താദും ഒക്കെ അടക്കമുള്ള പ്രിയങ്കരനായ നൗഷാദ് സാഹിബ് ഒക്കെ അടക്കമുള്ള ബഹുമാന്യ നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, ദാറുൽ ഹുദയുടെ 40ാം വാർഷികത്തിൻ്റെ പ്രചാരണ സമ്മേളനത്തിൻ്റെ തുടക്കമാണിത്. അഭിമന്യരായ ദാറുൽ ഹുദ നേതൃത്വത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്, സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ തുടക്കമാകുന്നത്. അയ്യു ജുലസാവുന ഖൈർ, ഞങ്ങളിൽ ഒപ്പമിരിക്കുന്നവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠർ? ഞങ്ങൾ കൂടിച്ചേർന്നവരിൽ, ഞങ്ങൾ സഹാബികളായവരിൽ, ഞങ്ങളവരോട് സുഹബത്തുണ്ടായവരിൽ ആരാണ് ഏറ്റവും ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ദക്കറക്കും ബില്ലാഹി റുയതുഹു വസാദ ഫി ഇൽമിക്കും മന്തിഖുഹു വദക്കറക്കും ബിൽ ആഖിറതി അമലുഹു. അത് അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നു, അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അറിവിൽ വർധനവുണ്ടാകുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് നിങ്ങൾക്ക് പരലോകത്ത് ഓർമ്മ വരുന്നു. അത്തരക്കാരാരാണോ അവരുടെ കൂടെയാണ് നിങ്ങളുണ്ടാകേണ്ടത്, അവരാണ് നിങ്ങൾ സഹവസിച്ചവരിൽ ഏറ്റവും ഖൈറെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ദാറുൽ ഹുദയുടെ 40ാം വർഷ സ്മരണയിൽ ദാറുൽ ഹുദയുടെ 3ാമത്തെ വർഷം 10 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയായി ചേരാൻ സാധിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ദാറുൽ ഹുദ എന്ന ചിന്തക്ക് തുടക്കമിട്ട, ഞങ്ങളെ ഏറെ കേട്ട മഹാനായ എം ബഷീർ മുസ്ലിയാർ എന്ന മഹൽ വ്യക്തിത്വത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാന്യരായ അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി, ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടി പ്രത്യേകമായി തങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഉമ്മത്തിന് നേതൃത്വം നൽകാനും ഉള്ള ആഫിയത്തും സിഹത്തും തങ്ങളവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാന്യരായ തങ്ങളവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ബഷീർ ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മഹാനായ ഹൈദറുസ് ഉസ്താദ്, വന്യരായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, അഭിമന്യ ഗുരു സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, മഹാനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, ഇവിടെ ഇപ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രിയങ്കരനായ സയ്യിദ് അലവി ഹാജി, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഏറെ ബഹുമാന്യനായ ദാറുൽ ഹുദ ആന്ധ്ര സ്ഥാപനത്തിലേക്കുള്ള വഴിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയങ്കരനായ എം സാർ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണാൻ കഴിഞ്ഞത് അവരുടെ ആത്മാർത്ഥത തന്നെയാണ്. ദീനിനോടും സമൂഹത്തോടുമുള്ള അവരുടെ സ്നേഹമാണ്. സമയമോ ആരോഗ്യമോ സമ്പത്തോ മറ്റു സ്വന്തം കാര്യങ്ങളോ നോക്കാതെ അവർ സമർപ്പിച്ച ജീവിതങ്ങളാണ്, അവർ കണ്ട സ്വപ്നങ്ങളാണ്, അവരുടെ ദീർഘദൃഷ്ടിയാണ്. തങ്ങൾക്കു കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നും ലഭിക്കാൻ സാധ്യതയുള്ള പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ചെയ്തു വച്ച കാര്യങ്ങളാണ്. 80കളിലാണല്ലോ ദാറുൽ ഹുദ തുടങ്ങുന്നത്. 80കൾ നമ്മളൊന്ന് വിസ്തരിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ സമകാലിക ഇന്ത്യയുടെ അടുപ്പുകൾ ഒരുങ്ങിയത് 80കളിലാണ്.
രാമായണ മഹാഭാരത സീരിയലുകൾ TV വ്യാപകമായ കാലത്ത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതിനെ ഒരു വർഗീയ കണ്ണോടെ കാണുകയില്ലെങ്കിലും വിവിധ ജാതി വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ തങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി യോജിപ്പിക്കാൻ ഒരു കൺസോളിഡേഷൻ, ഒരു ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ രാമായണ മഹാഭാരത സീരിയലുകൾക്ക് പിറകിലുണ്ടെന്ന് ഒരുപാട് ആളുകൾ അതിനെ നിരീക്ഷിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാബാനു കേസിനോടനുബന്ധിച്ച് വ്യാപകമായി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കപ്പെട്ടത് 80കളിലാണ്. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് വഴിതിരിച്ച രാമജന്മഭൂമി ശിലാന്യാസം നടന്നത് 80കളിലാണ്. ഈ 80കളിൽ തന്നെയാണ് ദാറുൽ ഹുദ സ്ഥാപിക്കപ്പെട്ടത്. 90കളിലാണ് 80കളിൽ കൊയ്തത് ആളിക്കത്തിക്കാൻ തുടങ്ങിയത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതെന്നാണ്. മുംബൈയിലും ഭീവണ്ടിയിലും ബീജാപൂരിലും ജബൽപൂരിലും ബഗൽപൂരിലും മുറാദാബാദിലും ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ കലാപങ്ങൾ ഉണ്ടായത് 90കളിലാണ്. ഒരുതരം ഭീതി നിലനിന്നിരുന്നു. വളരെ വലിയ തരത്തിൽ എന്തൊക്കെയോ വരാൻ പോകുന്നു ഇന്ത്യയിൽ എന്ന ഭീതി നിലനിന്നിരുന്നു. യാത്ര ചെയ്യൽ ദുഷ്കരമായി ആലോചിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് ദാറുൽ ഹുദ സമദ് സാഹിബിയുടെ സൂചിപ്പിച്ചു 95-ൽ കേരളത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുകയും അന്നു മുതൽ റമദാൻ മാസത്തിലെ അവധികളിൽ കേരളത്തിൻ്റെ പുറത്തേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുകയും ചെയ്തു. 98-ലാണ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണമാറ്റമുണ്ടായത്. ആ 98-ലാണ് കേരളത്തിൻ്റെ പുറത്തു നിന്ന് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കാൻ തുടങ്ങിയത്. 2002 കലാപങ്ങൾ, വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോഴാണ് വീണ്ടും പുറത്തേക്ക് യാത്ര ചെയ്ത് അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചനകൾ ഉണ്ടായത്. പ്രിയങ്കരനായ ബാപ്പുട്ടി ഹാജി തൻ്റെ അവസാന കാലത്ത്, ബാപ്പുട്ടി ഹാജി 2003-ൽ വഫാത്താകുന്നുണ്ട്. 2001-ലും 2002-ലുമൊക്കെ കേരളത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് സമദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു വിശാലമായ ഒട്ടേറെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഞങ്ങൾ ദാറുൽ ഹുദയുടെ സന്തതികളെന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും അൽഹംദുലില്ലാഹ് ഒരുപാട് ഇടങ്ങളിലേക്ക് എത്താനും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വികസിക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും സങ്കടപ്പെടാറുള്ളത് ഹൈദർ ഉസ്താദിനെ പോലെ, ബാപ്പുട്ടി ഹാജിയെപ്പോലെ, ഈ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നവർ, സൈനുൽ ഉലമയെപ്പോലെ ഇതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചവർ, പ്രചോദിപ്പിച്ചവർ കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ്. 10-11 വയസ്സുള്ള ഒരാൾ വിദ്യാർത്ഥിയായി ക്ലാസ്സിലിരിക്കുമ്പോൾ ഹാജിയാർ പറയുന്നത്, ഹൈദ്രോസ് ഉസ്താദ് പറയുന്നത്, ഒരേപോലെ ആവർത്തിച്ചു പറയുന്നത്, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ ദഅവി പ്രവർത്തനങ്ങൾ, അത്താലീമു തർബിയത്തു വദ്ദഅവ എന്നതാണ് ദാറുൽ ഹുദയുടെ ആഖ്യാനമായിട്ടുണ്ടായിരുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ആളുകൾ നിങ്ങൾ അമേരിക്കയിൽ പോകണം, നിങ്ങൾ ആഫ്രിക്കയിൽ പോകണമെന്നൊക്കെ പറയാറുണ്ട്. വ്യക്തിപരമായി സംസാരിക്കാൻ കഴിയാതെ മനസ്സു വിങ്ങിയ ഒരു നിമിഷമുണ്ടായിട്ടുണ്ട്. 2014-ൽ ഞാൻ ഓർത്തുപോയത്, ബാപ്പുട്ടി ഹാജി ഇതൊക്കെ വന്ന് എട്ടും പൊട്ടും തിരിയാത്തത് എന്ന് പറയാവുന്ന തരത്തിൽ SSLC തോറ്റ് ഗൾഫിൽ പോയി ആളുകൾ ഗൾഫിൽ പോയിരുന്നൊരു കാലത്ത്, 10ാം ക്ലാസ് ജയിക്കുക എന്നത് ആർഭാടം മാത്രമായിരുന്നൊരു കാലത്ത്, ബഹാദി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പ്രതിസന്ധികളിൽ ഞങ്ങളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോഴോ ആളുകളെ കാണുമ്പോഴോ ഉസ്താദുമാരായ പല ആളുകളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? തൊലബുൽ കുല്ല്, ഫൗത്തുൽ കുല്ലല്ലേ, നിങ്ങൾ എന്തെങ്കിലും ആവോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് നഹ്വ് തിരിയോ, സർഫ് തിരിയോ, കിതാബ് മനസ്സിലാവോ എന്നൊക്കെ ചോദിക്കും. മാഷ്മാരായ ആളുകൾ, ഭൗതികമായ വിദ്യാഭ്യാസം നേടിയിരുന്ന ആളുകൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഭാവി നശിപ്പിക്കല്ലേ, നല്ല കഴിവുള്ള കുട്ടികളെ എടുത്തിട്ട് ദാറുൽ ഹുദ നശിപ്പിക്കല്ലേ, നിങ്ങൾക്ക് എന്ത് നേട്ടാണ് ഉണ്ടാവുക എന്ന്. 13, 12, 13, 14 വയസ്സുള്ള ഞങ്ങളോട് ബസ്സിൽ യാത്ര ചെയ്ത് ഒപ്പം യാത്ര ചെയ്ത് ഞാനൊക്കെ ആ ഒരു ചോദ്യം, ആദ്യ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ആ ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ കേട്ടുവരുന്ന ഒരു വിദ്യാർത്ഥിയോടാണ് ബാപ്പുട്ടി ഹാജി ക്ലാസ്സിൽ വന്ന് പറയാറുള്ളത്, നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്ത്, അമേരിക്കയിൽ, ആഫ്രിക്കയിലൊക്കെ പോകണമെന്ന് പറയും. ക്ലാസ്സിൽ നിന്ന് ബാപ്പുട്ടി ഹാജി ഇറങ്ങിയാൽ ഞങ്ങളുടേതായ ഭാഷയിൽ, ഞങ്ങൾ അന്ന് ട്രോള് എന്നുള്ള വാക്കില്ല, ഞങ്ങൾ പറയുന്നു ഇവൻ യുഗാണ്ടയിൽ പോവും, ഇവൻ യുഗോസ്ലാവിയയിൽ പോവും, ഇവൻ ചെക്കോസ്ലാവിയയിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമാശ പറയുമായിരുന്നു. 2014-ൽ ഒരു സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് US പോയപ്പോൾ ബോസ്റ്റണിലെ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട്
ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സമൂഹം എന്ന രീതിയിലുള്ള കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ വിളിക്കപ്പെട്ടപ്പോൾ ആ പള്ളിയിൽ നിറഞ്ഞിരുന്ന ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു നിമിഷം വായിൽ നിന്ന് വാക്കുകൾ വരാതെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നുപോയത് ബാപ്പുട്ടി ഹാജിയെ ട്രോളിയതിൻ്റെ ഒരു കാര്യം ആലോചിച്ചും അവർ കണ്ട ദീർഘദൃഷ്ടിയെ ആലോചിച്ചുമാണ്. ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബാപ്പുട്ടി ഹാജിയുടെ സ്വപ്നങ്ങൾ, മഹാനായ ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ, അന്നവർ ചേർത്തു പിടിച്ചത് ഹൈദ്രോസ് ഉസ്താദായിരുന്നു ഈ ഒരു സംഘത്തിലേക്ക് ആളുകളെ ചേർത്തത്. ഹൈദ്രോസ് ഉസ്താദിനോട് ചേർന്ന് നിന്ന ഒരുപാട് മുഫത്തിഷുമാർ, ഒരുപാട് സദർ ഉസ്താദുമാർ, ഒരുപാട് മുഅല്ലിമുമാർ ആദ്യകാലത്ത് അവരുടെ മക്കളെ ദാറുൽ ഹുദയിൽ കൊണ്ടുവന്ന് ചേർക്കുകയുണ്ടായി. ഇതിനോട് ചേർന്ന് നിന്ന് അവർ കണ്ടത് ഹൈദ്രോസ് ഉസ്താദ് എന്ന സത്യസന്ധനായ ഒരു വ്യക്തിയെയായിരുന്നു, ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ കള്ളം പറയാനും തെറ്റായി ആലോചിക്കാനും സാധ്യതയില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നായിരുന്നു. ആ തിരിച്ചറിവിൻ്റെ ബോധ്യങ്ങൾ വയനാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഒരു ഗ്രാമത്തിൽ പ്രസംഗത്തിന് പോയപ്പോഴും ആലപ്പുഴയുടെ ഏതോ ഉള്ളറകളിൽ പോയപ്പോഴും ഹൈദ്രോസ് ഉസ്താദിൻ്റെ മക്കളെന്ന രീതിയിൽ ചേർത്തു പിടിച്ചത് കണ്ടിട്ടുണ്ട്. ആ സാത്വികനായ മനുഷ്യൻ അങ്ങനെയായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ അധ്യാപനം കിട്ടിയത് ഹൈദ്രോസ് ഉസ്താദിൽ നിന്നാണ്. മൂന്നാമത്തെ വർഷം ദാറുൽ ഹുദയിൽ പഠിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ നിലത്ത് വീണിരുന്ന 3 വറ്റ് ഭക്ഷണം എടുത്ത് പ്ലേറ്റിലിട്ട് കഴുകാൻ പോകുമ്പോൾ അതെന്നെ വിളിച്ച് അതെടുത്ത് ഭക്ഷണം കഴിച്ച് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, എന്തിനാണ്, ഇങ്ങനെ ചെയ്യരുതൊന്നും പറയാതെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു നടന്നിരുന്ന, ഓരോ സമയവും ഇതിനു വേണ്ടി സഞ്ചരിച്ചിരുന്ന, ഏതൊക്കെയോ എല്ലാ സ്ഥാപനങ്ങളുടെയും ആളായി ഒരേ സമയം വളവന്നൂർ ബാഫക്കിയയുടെയും കോട്ടുമല കോംപ്ലക്സിൻ്റെയും ജാമിയ നൂരിയയുടെയും വളാഞ്ചേരി മർക്കസിൻ്റെയും അതേസമയം ദാറുൽ ഹുദയുടെയും ഒക്കെ ആളായി, അതിൻ്റെയൊക്കെ പ്രമുഖ വ്യക്തിയായി അതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അവരുടെ സ്നേഹം, അവർ തമ്മിൽ കാണിച്ചിരുന്ന ഒരു ബന്ധം. ദാറുൽ ഹുദയുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ ബാപ്പുട്ടി ഹാജി ദാറുൽ ഹുദയിൽ നിന്ന് ചായ കുടിക്കാറില്ലല്ലോ, ദാറുൽ ഹുദയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ പൈസ ഇവിടെ ഇടാറുണ്ടല്ലോ, ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റുമോ എന്ന് ഒരു മനുഷ്യൻ, ഒരു കമ്മിറ്റിയിലെ ഒരു മെമ്പർ ചോദിച്ചപ്പോൾ മഹാനായ ഹൈദ്രോസ് ഉസ്താദ് അന്ന് സമസ്തയുടെ പ്രസിഡന്റാണ്, എത്രയോ സീനിയറാണ്, സമസ്തയിൽ എത്രയോ മുമ്പ് വന്നൊരു വ്യക്തിയാണ്, ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, എത്രയോ വളരെ സാത്വികമായി ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. എത്രയോ ചെറിയ, തന്നേക്കാൾ എത്രയോ ജൂനിയറായ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞത്, അതിനിപ്പോൾ എന്താ പ്രശ്നം, നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ മസാല പറഞ്ഞു തരാനെന്നാണ്. ആ ഒരു ബന്ധവും പരസ്പരം സ്വീകരണവും പരസ്പരമുള്ള ബഹുമാനവും അവർ പരസ്പരം ബന്ധിതമായി ജീവിച്ചതും അവരുടെ ആത്മാർത്ഥനിഷ്ഠമായ ജീവിതത്തിൻ്റെ ഒരു ശൈലിയും തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ, ഈ ഒരു സംവിധാനത്തിൻ്റെ വളർച്ചയും. അതൊരുപാടിടങ്ങളിലേക്ക് അവരാഗ്രഹിച്ച പോലെ ഒരുപാടിടങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നത്. അവരെ കാണുമ്പോൾ അവരുടെ ആ ഒരു ആത്മാർത്ഥത, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഹയേഴ്സ് ഓഫ് പ്രൊഫറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു നൂലിഴ പോലെ ഇങ്ങനെ ബന്ധിപ്പിച്ചതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ഭാര്യമാരുടെ പിതാക്കന്മാർ കൂടിയായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരോടും തൻ്റെ മൂന്നാമത്തെ ഖലീഫ 2 മക്കളുടെ ഭർത്താവായിരുന്നു. അങ്ങനെ ഒരു മകൾ മരിച്ചു, വേറൊരു മകളെ വിവാഹം കഴിച്ചു, ദുന്നൂറൈനിയാണല്ലോ. അലി റളിയല്ലാഹു അൻഹു മറ്റൊരു മകളുടെ ഭർത്താവാണ്. ഹെയർസ് ഓഫ് പ്രൊഫറ്റ് എന്ന പുസ്തകം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ബന്ധിതമായി നിൽക്കുന്ന ഒരു സ്നേഹബന്ധം ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ഉപയോഗപ്പെടുന്നതെന്നാണ്. ഞാനിങ്ങനെ ദാറുൽ ഹുദയുടെ ആ ബന്ധങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഹൈദ്രോസ് ഉസ്താദിനെയും അതുപോലെ തന്നെ ബാപ്പുട്ടി ഹാജിയെയും ബഹാവുദ്ദീൻ ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെയും അതേപോലെ തന്നെ കുഞ്ഞാപ്പു ഹാജിയെയും സൈദൽവി ഹാജിയെയും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ബന്ധിതമായി കിടക്കുന്ന, അവർ തമ്മിൽ പിരിയാൻ കഴിയാത്ത രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ, ഒരു സംവിധാനത്തെ, അതിലപ്പുറം ഒരു എഡ്യൂക്കേഷൻ മൂവ്മെന്റ് എന്ന് പറയാം, ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാനും അതിൻ്റെ വിത്തുകളെ, വെളിച്ചങ്ങളെ ലോകത്തോളം വളർത്തിക്കൊണ്ടുവരാനും അവർ കാണിച്ച ഒരു ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനുവേണ്ടി സമർപ്പിതമായ ഒരു ജീവിതം അവർക്കുണ്ടായി. അതിനുവേണ്ടി പരസ്പരം ഉപദേശ നിർദ്ദേശങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ബാപ്പുട്ടി ഹാജിയുടെ സന്നിധിയിൽ ഓരോ പ്രാവശ്യവും ദാറുൽ ഹുദക്ക് സ്ഥലം വാങ്ങിക്കുന്നത് മുതൽ ഓരോ പ്രാവശ്യവും ദാറുൽ ഹുദ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിൽ, പരിതാപകരമായ സാഹചര്യങ്ങളിൽ, സാമ്പത്തികമായ അധീനതകൾ അനുഭവപ്പെടുന്ന ഘട്ടങ്ങളിൽ ഓരോ പ്രാവശ്യവും അതിൻ്റെ കണക്കുകൾ, വരവ് ചെലവ് കണക്കുകൾ വായിക്കുമ്പോൾ മൈനസ് ആയി കണ്ടിരുന്ന ബാക്കി തുകകളെ അത്
സീറോ ബാലൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്ന കുഞ്ഞാപ്പോജിയെയും സൈദൽ വ്യാജിനെയും പോലത്തെ ആളുകൾ, കുഞ്ഞാപ്പു ഹാജി ഒരിക്കൽ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ ബാപ്പുട്ടി ഹാജിയോട് കുഞ്ഞാപ്പോജി പല പ്രാവശ്യം വിങ്ങിപ്പൊട്ടി ഞങ്ങളോട് പറഞ്ഞൊരു സംഗതിയാണ്. കുഞ്ഞാപ്പോജിയും ബാപ്പുട്ടി ഹാജിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധമാണ്. അത്രമാത്രം സമ്പത്ത് ദാറുൽ ഹുദക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഓരോ റബീഉൽ അവ്വലും വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. അന്ന് കുഞ്ഞാപ്പു ഹാജിയുടെ വക ഭക്ഷണമായിരിക്കും, സുഭിക്ഷമായ ഭക്ഷണമായിരിക്കും. ഓരോ സമയവും കുഞ്ഞാപ്പു ഹാജിയുടെ വക ഭക്ഷണമുണ്ടാകും, ദാറുൽ ഹുദയിലേക്ക് സംഭാവനകൾ ഉണ്ടാകും. ആ കുഞ്ഞാപ്പു ഹാജിക്ക് സാമ്പത്തികമായൊരു പ്രയാസം വന്നപ്പോൾ മന്യരായ ബാപ്പുട്ടി ഹാജിയുടെ സന്നിധിയിൽ വന്ന് ചോദിച്ചു അത്രേ, പണമുണ്ടോ, പൈസയുണ്ടോ കുറച്ചെടുക്കാൻ? ഇപ്പോൾ തൽക്കാലം എടുത്ത് അങ്ങോട്ട് വെക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണോ? ദാറുൽ ഹുദയുടെ പൈസ എന്നൊന്നല്ല, പൈസയുണ്ടോ കുറച്ചെടുക്കാൻ, കുറച്ച് സഹായിക്കാൻ? പ്രയാസത്തിലാണ്. ബാപ്പുട്ടി ഹാജി പറഞ്ഞൊരു മറുപടി പറയുമ്പോൾ വന്യരായ കുഞ്ഞാപ്പു ഹാജി എപ്പോഴും മിങ്ങിപ്പൊട്ടാറുണ്ട്. ബാപ്പുട്ടി ഹാജി പറഞ്ഞത്, കുഞ്ഞാപ്പു ഹാജി പണമുണ്ട്, പക്ഷെ ദാറുൽ ഹുദയുടേതാണ്, ഇത് തരില്ല എന്ന് പറഞ്ഞു. പണമുണ്ട്, അത് ദാറുൽ ഹുദയുടെ പണമാണ്, തരില്ല. ആരാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? ആത്മസുഹൃത്തുക്കൾ. എപ്പോഴും ഈ സ്ഥാപനത്തിന്റെ മൈനസുകൾ അത് സീറോ ബാലൻസ് ആക്കി നിലനിർത്തിയിരുന്നവർ, എപ്പോഴും കൈയയച്ച് സഹായിച്ചിരുന്നവർ, അവർക്കൊരു പ്രയാസം വന്നപ്പോൾ അത് മടികൂടാതെ പറയാൻ സാധിച്ചു എന്ന ഒരു ഗുണകാംക്ഷ, ഒരു സ്നേഹബന്ധം, ഒരു നസീഹത്ത്, ഒരു ലില്ലാഹിയത്ത്, ഒരു ഫില്ലാഹിയത്ത് അവരിൽ ഉണ്ടായതാണ്. മൻ ദക്കറകും ബില്ലാഹി റൂയതുഹു വസാദ ഫി ഇൽമികും മൻതിഖുഹു വദക്കറകും ബിൽ ആഖിറതി അമലുഹു. അവരുടെ പ്രവർത്തനങ്ങൾ, അവരോടുള്ള സംസാരങ്ങൾ നിങ്ങൾക്ക് എത്രയോ അറിവുകൾ തരുന്നു. ഒരു നിമിഷം അവരോട് ചേർന്നിരിക്കുമ്പോൾ വന്യരായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ 3ാമത്തെ ബാച്ചുകാരനായി ദാറുൽ ഹുദയിൽ ജീവിക്കുകയും 13ാമത്തെ വർഷം അധ്യാപക വിദ്യാർത്ഥിയായി ജീവിക്കാൻ സാധിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളുടെ ബാച്ചുകാർക്കാണ് ശൈഖുനയുടെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടിയത്. ശൈഖുനയെ ഒരുപാട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശൈഖുനയുടെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ട്രെയിനിന്റെ സാധാരണ കമ്പാർട്ട്മെന്റിൽ, അതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ശൈഖുനയോട് കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ ഒരുപാട് അറിവുകൾ, അവരോടുള്ള സഹവാസം, അവരോടുള്ള സംസാരം നമ്മൾക്ക് ഒരുപാട് അറിവുകൾ തരാറുണ്ട്. സൈഡിലിരിക്കുന്ന ശൈഖുനയുടെ കയ്യിൽ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ 2-3 ആൾക്കാർ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങൾക്ക് ഒരാൾ ടവൽ കൊടുത്തു, ഒരാൾ ബാഗ് കൊടുത്തു. ഒക്കെ ശൈഖുന വാങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് അപ്പുറത്തുപുറത്തൊക്കെ സ്ഥലം പിടിച്ചു കൊടുത്തു. ആരാണ്? സമസ്തയുടെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ ഇവിടെ ദാറുൽ ഹുദയിൽ ഇരിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ മസ്അലകൾ തേടി, കേരളത്തിന്റെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും തേടി അങ്ങോട്ട് വരാറുണ്ട്, ആളുകൾ വരാറുണ്ട്. എല്ലാവരും കാത്തിരുന്നൊരു ശബ്ദമാണ്. 10-20 വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മഹനീയമായി നേതൃത്വം നൽകി അത് മനോഹരമായി കൊണ്ടു നടക്കുകയും അതിന്റെ ഉത്തരവാദിത്ത ബോധം, ഞാൻ സമസ്തയുടെ പ്രസിഡന്റാണെന്ന വളരെ വ്യക്തമായ തിരിച്ചറിവോട് പലപ്പോഴും ചില ആളുകൾക്ക് വേണ്ടി, പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും സമീപിച്ചപ്പോഴും, പല വിഭാഗങ്ങൾ സമീപിച്ചപ്പോഴും ഒക്കെ അവരോട് പറഞ്ഞത്, ഞാൻ സമസ്തയുടെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാനത് ചെയ്യാൻ പറ്റൂല എന്ന് പലപ്പോഴും ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഉസ്താദിന്റെ ചർച്ചകൾ ആ വഴിക്കാണ് പോകാറുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉസ്താദ് ക്ലാസ്സിൽ വളരെ രസകരമായി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞത്, എനിക്ക് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയാൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും, അപ്പോൾ ആൾക്കാർ ചോദിക്കൂലേ സമസ്തല്ലപ്പാ നടക്കണമെന്ന് ചോദിക്കൂലേ എന്ന് ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞതായി ഓർക്കുന്നു. പത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉസ്താദ് പറഞ്ഞത്, സമസ്ത പത്രം തുടങ്ങിയതുപോലെ എന്ന് ആളുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വന്യരായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതായി ഓർക്കുന്നു. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഉസ്താദ് അവരുടെ ആ ഒരു വിനയം, ആ ഒരു ലാളിത്യം ഡൽഹിയിൽ ഉസ്താദ് കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഉസ്താദ് അറിയിക്കാതെയാണ് വന്നത്. ഉസ്താദ് ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ നിസാമുദ്ദീൻ ദർഗയിൽ ഒറ്റക്ക് നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. പുറത്ത് കൂടെ വന്ന ആൾ നിൽക്കുന്നുണ്ട്. ഉസ്താദ് ഇങ്ങനെ പുറത്ത് വരികയാണ്, ഒരു കവറും പിടിച്ചിട്ട്. എവിടേക്കാ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇന്ന് ഉസ്താദ് റൂമിൽ പോവല്ലേ എന്ന് ചോദിച്ചു. ഞാനന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിലെ ചെറിയ ഒരു റൂമിൽ, ഫാമിലി ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഫാമിലി റൂമുണ്ട്, പോവല്ലേ എന്ന് ചോദിച്ചു. ഉസ്താദ് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ബേജാറായി. ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കിയെന്ന്. ഉസ്താദ് വരിക എന്നുള്ളത് എനിക്ക് ബേജാർ, കാരണം ഒറ്റ റൂമാണുള്ളത്. ഞാൻ പെട്ടെന്ന് വന്ന് എൻ്റെ ഒരു സുഹൃത്ത്, പൂട്ടിക്കിടക്കുന്ന സുഹൃത്തിൻ്റെ തൊട്ടടുത്തുള്ള റൂം ഞാൻ അറേഞ്ച് ചെയ്തു. ഉസ്താദ് അവിടെ വന്നിട്ട് താമസിച്ചു. 2 ദിവസം
ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ താമസിച്ചു. അവിടെയുള്ള മലയാളി മുസ്ലിം വിദ്യാർത്ഥികളും ചില മുസ്ലിം സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടി റൂമിൽ 10-25 ആളുകൾ ചെറിയൊരു ഇടുങ്ങിയ റൂമിൽ ഒരുമിച്ച് കൂടി 2-3 മണിക്കൂറോളം ഉസ്താദ് അവരോട് സംസാരിച്ചു. ഉസ്താദ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പസിൽ താമസിക്കുമ്പോൾ ഒരു 5 വക്ത് നിസ്കാരം എങ്ങനെയെങ്കിലും നിങ്ങൾ നിർവഹിക്കണം. അങ്ങനെയുള്ള വളരെ ബേസിക്കായ അത്ഭുതകരമായ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. അന്ന് ഉസ്താദ് ഡൽഹിയിൽ അഹമ്മദ് സാഹിബ് മന്ത്രിയാണ്. അഹമ്മദ് സാഹിബിൻ്റെ ഓഫീസിൽ നിന്ന് ഉസ്താദിനെ വിളിച്ചു. അവിടെ മന്ത്രി ഭവനത്തിൽ പോയി താമസിക്കാം. ഉസ്താദ് ഒരു ഇടുങ്ങിയ റൂമിലാണ് താമസിക്കുന്നത്. ഉസ്താദിനോട് വിളിച്ചു. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഫോൺ എടുത്തില്ല. ഉസ്താദ് പറഞ്ഞു, ഞാനിവിടെ കുട്ടിയെ താമസിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ കുട്ടികളോട് കൂടെ താമസിക്കാമെന്ന് പറഞ്ഞു. വലിയൊരു പണ്ഡിതൻ. ഉസ്താദ് വന്നിട്ട് താമസിക്കുകയാണ് ഒരു ഇടുങ്ങിയ റൂമിൽ. വളരെ പ്രയാസപ്പെട്ട് വളരെ എല്ലാ പരിമിതികളോടും പൊരുത്തപ്പെട്ട്. അതൊരു വിനയമാണ്, അതൊരു സ്നേഹമാണ്, അതൊരു ബന്ധമാണ്, അതൊരു ലില്ലാഹിയത്താണ്, അതൊരു ഇഖ്ലാസാണ്. അതിൽ തൻ്റെ എത്ര വലുപ്പമല്ല, താൻ എത്ര ചെറുപ്പമാണ് എന്ന ചിന്തകൾ നമുക്ക് പകർന്നു തരികയാണ്. ഒരുപാട് പാഠങ്ങൾ. ഉസ്താദിനോട് മന്ത്രിക്കാൻ പറഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു ആ സമയത്ത്, 2 മക്കളുണ്ടായിരുന്നത്. ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ പിന്നെ വാന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിക്റിലാണ്. എന്നിട്ട് ഉസ്താദ് 1-2 മണിക്കൂർ ഇരുന്നിട്ട് മന്ത്രിച്ചു. 2 കുട്ടികൾ ഇരുന്നിട്ട്. വേറെ സമയം ഉസ്താദിന് തേന് മന്ത്രിക്കാൻ വേണ്ടി കൊടുത്തു. ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇത് പറയൽ അനിവാര്യമായതുകൊണ്ടാണ്. ഉസ്താദിനോട് തേന് മന്ത്രിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു. ജാഫർ ഉദവി ഉസ്താദ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഉസ്താദിനോട് ജാഫർ ഷെയ്ഖുന പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇപ്പം ഷൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മന്ത്രിച്ച് തരാൻ പറ്റൂല. ആവശ്യം ഇപ്പം തന്നെ വേണമെങ്കിൽ മന്ത്രിക്കാണ്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ മന്ത്രിച്ചിവിടെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പിന്നെ മന്ത്രിച്ച് വെച്ച് ജാഫർ ഉദവി എന്നോട് വിളിച്ച് പറഞ്ഞു, ഉസ്താദ് മരിച്ചതിന് ശേഷം, വഫാത്താതിന് ശേഷം ഉസ്താദിൻ്റെ കുറേ പുസ്തകങ്ങൾ, ചെറിയ കുറിപ്പുകൾ എഴുതിയ നോട്ട് ബുക്കുകൾ ഒക്കെ ഇങ്ങനെ ദാറുദയിലേക്ക് മാറ്റിയപ്പോൾ അതിലൊരു ചെറിയ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് തേന് മന്ത്രിക്കാൻ 22 പ്രാവശ്യം യാസീൻ ഓതിയിട്ട് മന്ത്രിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ 22 പ്രാവശ്യം യാസീൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് തരാൻ പറ്റുമെങ്കിൽ വെച്ചാൽ മതി. എന്നിട്ട് ഈ ഇബാദത്തുകൾക്കിടയിൽ അതിരാവിലെ സുബഹിക്ക് എണീറ്റ് ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ഇജാസത്തുകൾ, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ത്വരീഖത്തുകൾ, ഇങ്ങനെയൊക്കെ വളരെ ആത്മീയമായ ഔന്നത്യത്തിൽ ജീവിച്ച എൽമിൻ്റെ ഏറ്റവും മനോഹരമായ ചർച്ചകൾ ചെയ്യാൻ ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ അത്രമാത്രം രസകരമായിരുന്നു, അത്രമാത്രം ചിന്തകളായിരുന്നു. ഓരോ സമയത്തെയും ഇങ്ങനെ ചേർത്തുപിടിച്ച് പറഞ്ഞു തരാനുള്ള എല്ലാ കാര്യങ്ങളെയും, ആ ഒരു ജദീദുൻ നാഫിഇനെയും ഖദീമുസ് സാലിഹിനെയും ചേർത്തുപിടിച്ച് പറഞ്ഞു തരാനും, സാഹചര്യങ്ങളോട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് ജീവിക്കുക, എങ്ങനെയാണ് ഈ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, എങ്ങനെയാണ് വിള്ളലുകളില്ലാതെ ചേർത്ത് നിൽക്കുക, ഇവരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് പണക്കാട്ട ബഹുമാന്യരായ സയ്യിദന്മാർ, ബാപ്പുട്ടി ഹാജി പറയും, നമുക്ക് പണക്കാട്ട തണലുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് കൂടി തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു അവിടുത്തെ ആഗ്രഹം. അതുകൊണ്ടാണ് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ ആന്ധ്രയിലെ സ്ഥാപനത്തിൻ്റെ നേതാവായി, അതിൻ്റെ പ്രസിഡന്റായിട്ട്, ചെയർമാനായിട്ട് തങ്ങൾ നിർദ്ദേശം നൽകി തന്നത്. കേരളത്തിൻ്റെ പുറത്ത് നിരന്തരമായി സഞ്ചരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് ബഹുമാന്യരായ സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ, ഡൽഹിയിൽ ജിൻഡൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഹാഫിളായ റാജി അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴടുത്ത് കുർത്തുബയിൽ വന്നു. അവിടുത്തെ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുക, ഒറ്റക്കിരുന്ന് സംസാരിക്കുക. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ വളരെ വികാരധീനനായിപ്പോയൊരു സമയമാണ്. അപ്പം തങ്ങൾ പറഞ്ഞു, എൻ്റെ പൂർവികർ ഇങ്ങനെ ഒരു സാമൂഹികമായ സേവനത്തിൽ, സമുദായത്തിന് സേവനം ചെയ്ത്, സമുദായത്തിന് വേണ്ടി ജീവിച്ച്, അവരുടെ ഇടയിൽ പ്രവർത്തിച്ച്, അവരോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ ഇവിടെ വളരുന്നു, ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങളോടൊപ്പം ദേശീയ തലത്തിൽ എനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാറുൽ ഹുദ, അതിൻ്റെ മഹാന്മാരായ നേതാക്കന്മാർ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ കണ്ട സ്വപ്നങ്ങൾ, അവർ ചേർത്തു വെച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അവർ വഴിയൊരുക്കിയ കാര്യങ്ങൾ, അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര ബഹുമാനം, ഓരോരുത്തരെയും എങ്ങനെയാണ് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. തങ്ങളെക്കാൾ 40-30 വയസ്സ് കുറവുള്ള, അവിടുത്തെ ഓരോ നേതാക്കന്മാരെക്കാളും 40 വയസ്സൊക്കെ കുറവുള്ള ബഹുമാന്യരായ ഞങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് ബഹാഉദ്ദീൻ ഉസ്താദിനെ അന്ന് ദാറുൽ ഹുദയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് ബഹാഉദ്ദീൻ ഉസ്താദിൻ്റെ അവസരം കൊടുത്തത്. ബാപ്പുട്ടി ഹാജിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ, ഷെയ്ഖുനയുടെ അടുക്കലേക്ക് പോകുമ്പോൾ പോലും ഷെയ്ഖുന ദാറുൽ ഹുദയുമായി, അതിൻ്റെ വ്യക്തിത്വ രൂപീകരണവുമായി
ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിനെ സമീപിച്ചാൽ ഉസ്താദ് പറയും ബഹാദി മൊയ്ലിയർ എന്താ പറഞ്ഞത്, ബഹാദി ഉസ്താദ് എന്താ പറഞ്ഞത്, ബാപ്പുട്ടിയാജി പറയും ബഹാദി ഉസ്താദ് എന്താ പറഞ്ഞത്. ഇതൊരു പരസ്പര സ്നേഹമാണ്, പരസ്പര ബന്ധമാണ്, പരസ്പര സഹകരണമാണ്, ലില്ലാഹിയത്താണ്. അവർ ആണ് ഈ സംവിധാനങ്ങളെ ഒരുക്കി വളർത്തി മുന്നോട്ട് കൊണ്ടുപോയത്. അവർ കണ്ട വലിയ സ്വപ്നങ്ങളുണ്ട്, അവർ പഠിപ്പിച്ചു തന്ന വലിയ ആഗ്രഹങ്ങളുണ്ട്, അവർ വളർത്തിയെടുത്ത വലിയ കാര്യങ്ങളുണ്ട്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഈ സംവിധാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കഴിഞ്ഞ ദിവസം കുർത്തുബയിലെ പള്ളിയിൽ പോയിരുന്നു, ഗ്രനഡയിൽ അൽഹംറ പാലസിൽ പോയിരുന്നു. അവിടെ പോകാൻ വഴിയൊരുക്കിയത് ഖത്തരിയായ ഒരു സുഹൃത്ത് അവിടെ സംഘടിപ്പിച്ച വലിയൊരു സെമിനാറായിരുന്നു. ഇന്നലെ ബഹാവുദ്ദീൻ ഉസ്താദ് ആ വിഷയവുമായിട്ട് സംസാരിച്ചു. സ്പെയിനിലും അതുപോലെ തന്നെ മുംബൈയിലും അതുപോലെ തന്നെ സാൻസിബാറിലും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ദാറുൽ ഹുദ വന്ന് സന്ദർശിച്ചിരുന്നു. ഇവിടെ സ്പെയിനിൽ 800 വർഷം 1712 മുതൽ 1492 വരെ മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശമാണ്. 1492 റീകോൺക്വസ്റ്റയ്ക്ക് ശേഷം 4 നൂറ്റാണ്ട് കാലം രഹസ്യമായി മുസ്ലിമീങ്ങൾ അവിടെ ജീവിച്ചിരുന്നു. ഇന്നും മോറിസ്കോകൾ എന്ന് പറയുന്ന മുസ്ലിം പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു വിഭാഗം അവിടെ ജീവിക്കുന്നുണ്ട്. 200 വർഷത്തിലധികം അൽ ബുഹറ മലനിരകളിലെ ചുറ്റുഭാഗവുമുള്ള 400 ഗ്രാമങ്ങളിൽ ക്രിസ്ത്യൻ പേരുകളും അതുപോലെ തന്നെ ആഘോഷങ്ങളും അവരുടെ ചർച്ചകളിലെ സാന്നിധ്യവുമായി ജീവിക്കുകയും ഉള്ളിൽ മുസ്ലിം പേര് സൂക്ഷിക്കുകയും വീട്ടിൻ്റെ അകത്ത് ഖുർആൻ കൊണ്ടു നടക്കുകയും ഇതൊരു അമാനത്താണ്, ഇതാണ് നിന്റെ പേര്, ഇതാരോടും പറയരുതെന്ന് പറയുകയും ചെയ്തിരുന്ന ഒരു സമൂഹം അവിടെ ജീവിച്ചിരുന്നു എന്ന് സ്പാനിഷ് ചരിത്രങ്ങൾ തന്നെ പറയുന്നു. പിന്നീടാണ് ഇൻക്വിസിഷൻ നടന്നത്, അതിനുശേഷം രഹസ്യമായി നടന്നിരുന്നു. ആ അൽ ബുഹറ മലനിരകളുടെ അടുക്കൽ ഉർഹൈബ എന്ന് പറയുന്ന ഒരു ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി അവിടെ നിന്ന് ആളുകൾ പോയിരുന്നു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇത് ഇപ്പോൾ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 40-ാം വർഷം ആഘോഷിക്കുക എന്നത് ദാറുൽ ഹുദ അതിൻ്റെ സമ്മേളന പ്രചരണങ്ങൾ തുടങ്ങുമ്പോൾ, അതിൻ്റെ ഓരോ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കം മുതലേ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സമ്മേളനം എന്നത് ഒരു സമ്മേളനത്തോട് അവസാനിക്കുന്നതല്ല, ഒരു പ്രോഗ്രാമോട് അവസാനിക്കുന്നതല്ല. ഈ പ്രോഗ്രാം കൊണ്ട് നേടുന്ന പ്രോജക്റ്റ് എന്താണ്? ഇതിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ പിരിഞ്ഞ് വീടുകളിലേക്ക് പോകാനല്ല, പിരിഞ്ഞൊരുപാട് പുതിയ പദ്ധതികളിലേക്ക്, പുതിയ പ്രദേശങ്ങളിലേക്ക്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് പോകാനാണ്. ഇന്ത്യയിൽ തന്നെ ഇവിടെ സംസായിബ് സൂചിപ്പിച്ചു 21 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. അതിൽ 1 കോടിയിൽ താഴെ 95 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ഇവരുടെ ഇടയിലാണ് ഈ സംഘടനകൾ മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും കേരളത്തിലെ എല്ലാ പഠനങ്ങളും പലപ്പോഴും പല സംസാരങ്ങളും വ്യക്തികളോടുള്ള സംസാരങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് 70% ആളുകളും സംഘടനകളോട് വിരക്തി തോന്നി, ദേഷ്യം തോന്നി, ഈ പ്രവർത്തനങ്ങളോടൊക്കെ വളരെയധികം മടുപ്പ് തോന്നി, വെറുപ്പ് തോന്നി പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇതിനെ പുറത്തു നിന്ന് നോക്കിക്കാണുന്ന ആളുകളാണ്. അവർ ഈ തല്ലുകൂട്ടങ്ങൾ കാണുന്നു, ആവശ്യ സംസാരങ്ങൾ കാണുന്നു, അവഹേളനങ്ങൾ കാണുന്നു. മതചിഹ്നങ്ങളെയും മതപാരമ്പര്യങ്ങളെയും ആ പാരമ്പര്യങ്ങളിൽ വളർന്നു വരുന്ന സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും പത്രമാധ്യമങ്ങളെയും ഒക്കെ ഈ സമുദായത്തിൻ്റെ തന്നെ തകർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കളിപ്പാവകളായി മാറുന്നത് എങ്ങനെയെന്ന് വിഷമത്തോടെ നോക്കി നിൽക്കുന്നു. ആ ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായി ഈ സംവിധാനത്തെ നിലനിർത്തേണ്ടവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു സംവിധാനത്തെ ഇതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ പലതരത്തിൽ പേരുകൾ വിളിച്ച് അവരെ സഹാബികളാക്കുകയാണ് വേണ്ടത്, സുഹാബികളാക്കുകയല്ല വേണ്ടത്. ചേർന്നു നിൽപ്പാണ്. എങ്ങനെയാണ് ചേർത്ത് നിൽക്കാൻ കഴിയുക എന്നതിൻ്റെ ചരിത്രം മാന്യരായ പൂക്കോട്ടൂർ സമദ് സാഹിബ് ഇവിടെ പറഞ്ഞു. ആ ചേർത്തു നിൽപ്പിൻ്റെ ചരിത്രമാണ്. ചേർന്നു നിൽക്കാൻ കഴിയുകയാണ്. ഇതിനെ ഓരോ സമയവും ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ ഏതൊക്കെയോ ആളുകൾ, ഏതൊക്കെയോ ഇത് പാവപ്പെട്ട ഒരുപാട് പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മനസ്സിൻ്റെ അകത്ത് ആ വികാരം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ വളർന്നവരാണ്. ചെറുശ്ശേരി ഉസ്താദിനെ കണ്ടവരാണ് നമ്മൾ, ഹൈദ്രോസ് ഉസ്താദിനെ കണ്ടവരാണ്. 89 നമ്മുടെ വിദ്യാർത്ഥി സംഘടനയെ അതിനെ പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ CH ഹൈദ്രോസ് മുസ്ലിയാരാണ്. സുന്നി മഹൽ ഫെഡറേഷനാണ് ഈ സ്ഥാപനത്തെ വളർത്തിയെടുത്തിട്ടുള്ളത്. ബഹുമാന്യരായ ഉസ്താദ് അവർകളാണ് ഇന്ന് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പുറത്ത് എത്രയോ 3500-ലധികം ഗ്രാമങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് അച്ചടിച്ച പുസ്തകങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഗ്രാമങ്ങളിലെ മക്കൾ അള്ളാഹുവിനെ പഠിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ പഠിക്കുന്നുണ്ടെങ്കിൽ, ഉത്തരേന്ത്യയിൽ പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് മാറി നടന്ന് രാവിലെയോ വൈകുന്നേരമോ മക്തബിൽ പോയാൽ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലേക്ക്, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലേക്കോ പ്രൈവറ്റ് സ്കൂളിലേക്കോ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അവർക്ക് കരിയർ എഡ്യൂക്കേഷൻ ഗൈഡൻസുകൾ കൊടുത്ത് അവരെ
എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലും ജോബുകളിലേക്കുമൊക്കെ എത്തിക്കുക എന്നാലോചിച്ച് അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ, ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ആ സംവിധാനത്തിലുള്ള ആളുകളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജീവിതത്തിൽ ഒരിക്കൽ കാണുക പോലും ചെയ്യാത്ത ആളുകൾ, ഒരിക്കൽ പോലും സഹവസിക്കുക പോലും ചെയ്യാത്ത ആളുകൾ, ഒരിക്കൽ പോലും സംസാരിക്കുക പോലും ചെയ്യാത്ത ആളുകൾ ഇത്തരം കുപ്രചരണങ്ങളിൽ വീണുപോയി രാത്രി 11 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞ് മോശമായ അശ്ലീലമായ കമന്റുകളോടെ വാട്സപ്പ് മെസ്സേജുകൾ അയച്ച് ഏത് അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ തലപ്പാവ് ധരിച്ചിട്ടുണ്ടാകും, തൊപ്പി ധരിച്ചിട്ടുണ്ടാകും. എന്ത് സന്ദേശമാണ് നമ്മൾ ഉമ്മത്തിന് നൽകുന്നത്, സമൂഹത്തിന് നൽകുന്നത്? എന്തു കാര്യത്തിന് വേണ്ടിയാണ്? അകറ്റി നിർത്താനാണോ? ചേർത്ത് നിർത്താനല്ലേ ശ്രമിക്കേണ്ടത്? 10 വർഷം 7 വർഷവും 10 വർഷവും ഒക്കെ നമ്മുടെ മദ്രസകളിൽ പഠിച്ച വിദ്യാർത്ഥികളോട് അവർ സംഘടനാ ചിട്ടകളിൽ മാത്രം, ഞാൻ പറഞ്ഞല്ലോ 20-30% താഴെ മാത്രമാണ് നിങ്ങൾ ഈ സമുദായത്തെ പഠിച്ചു നോക്കുക. ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളെ കുറിച്ച് എംഫിൽ ചെയ്യുകയും അതിൻ്റെ ദർസുകളടക്കമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് PhD ചെയ്യുകയും അതിനുവേണ്ടി നമ്മുടെ സ്മരണികകൾ, സുവനീറുകൾ, സ്ഥാപനങ്ങൾ വായിക്കുകയും സന്ദർശിക്കുകയും നമ്മുടെ ബഹുമാന്യരായ അനേകം ഉസ്താദുമാരെ, 100ഓളം ഉസ്താദുമാരെ ഇന്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ആളുകൾ ദഅവത്ത് എത്തിക്കുക എന്നതാണ്, സന്ദേശം എത്തിക്കുക എന്നതാണ്, ആളുകളെ ചേർത്ത് പിടിക്കുക എന്നതാണ്. വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന വലിയ ഒരു വിഭാഗം, നമ്മളൊന്നും കാണാത്ത വലിയൊരു വിഭാഗം ചെറുപ്പക്കാരായ ആളുകൾ, ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരായ സഹോദരന്മാർ, എക്സൈസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വിളിച്ചു പറയുന്നത്, അധ്യാപകരായ സുഹൃത്തുക്കൾ, നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ചും +2 പഠിപ്പിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ആളുകളുണ്ട്. അവർ പറയുന്നു 5ലും 7ലും 10ലും ഒക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവർ ഹൈന്ദവ സുഹൃത്തുക്കളുടെ മക്കളുടെക്കാളും വളരെ മോശമായി എങ്ങനെയാണ് ധാർമ്മികമായി ധർമ്മച്യുതിയിലകപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്കൊന്നിച്ച് നമ്മുടെ മദ്രസ സംവിധാനം, നമ്മുടെ ബഹുജന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മുടെ ഉത്ബോധന പ്രവർത്തനങ്ങൾ, ചെന്നു പറയാൻ സാധിക്കുന്ന പ്രവർത്തന രീതികൾ, ആളുകൾക്ക് എങ്ങനെയാണ് ദീന് കൊടുക്കുക, സഹവാസം കൊടുക്കുക, സമ്മനസ് കൊടുക്കുക, ദീനിൻ്റെ വെളിച്ചം കൊടുക്കുക, നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിനെ എങ്ങനെയാണ് ഓർമ്മ വരിക? മൻ ദക്കറകും ബില്ലാഹി റുയതുഹു വസാദ ഫി ഇൽമികും മൻതിഖുഹു. സംസാരിച്ചാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അറിവിൽ വർധനവുണ്ടാവുക? വദക്കറകും ബിൽ ആഖിറതി അമലുഹു. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക? ആ പ്രവർത്തനങ്ങളിൽ, ആ വാക്കുകളിൽ, ആ സംസാരങ്ങളിൽ, ആ കാഴ്ചകളിൽ, ആ പ്രകടനങ്ങളിൽ, ആ തരത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകളിലൊക്കെ ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഈ മഹാരഥന്മാരായ ആളുകൾ ലില്ലാഹിയത്തിലും ഫില്ലാഹിയത്തിലും ജീവിച്ച്, ആത്മാർത്ഥയുള്ളവരായി ജീവിച്ച്, സ്നേഹം പകർന്നു ജീവിച്ച്, ഏറ്റവും ഉന്നതികളിൽ നിൽക്കുമ്പോഴും വിനയാന്വിതരായി ജീവിച്ച് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ മഹത്തുക്കളുടെ ജീവിതം ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് വെളിച്ചമാകട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹു നമ്മൾ ആ മഹാരഥന്മാരുടെ പാന്താവുകളിൽ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.